ഇന്ന് നമ്മൾ അറിയുന്ന പല ദൈവങ്ങൾക്കും നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മളാണ് ദൈവങ്ങളെ സംരക്ഷിക്കുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ പലരും പലരുടെയും ദൈവങ്ങളാവാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ദൈവങ്ങളെ കാണാം. അവിടെ പാമ്പുകടിയിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ച ദൈവം തന്റെ ജീവൻ പോലെ നോക്കാതെ ആ കുട്ടിയെ രക്ഷിച്ച ആ മനുഷ്യനാണ് അവിടുത്തെ ദൈവം. അല്ലാതെ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കാണാമറയത്തിരിക്കുന്ന ദൈവമല്ല. ഇതൊരു സോഷ്യൽ ചാലഞ്ച് വീഡിയോ ആണ്. നമുക്ക് നോക്കാം ഇവിടെ ആരാണ് ദൈവമെന്ന്. ഹെൽപ്പ് ചെയ്യോ? ഞാനേ ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നായിരുന്നേ. കഴുത്ത് ഭയങ്കര വേദന. അപ്പൊ ഡോക്ടർ അനക്കണമെന്നായിരുന്നു പറഞ്ഞേ. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ഇതൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ടായിരുന്നേ. അപ്പൊ എവിടെയെങ്കിലും വണ്ടി എന്തെങ്കിലും ഒന്ന് വിളിച്ചിടാൻ പറ്റുമോ? ആ മീൻസ് ഇത് കാണിക്കാനാ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. എനിക്കറിയില്ല എവിടെ പക്ഷെ തല ഇറങ്ങുന്നുണ്ട്. തല ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട 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 വേണ്ട. ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് രക്ഷിയാ മതി. അങ്ങോട്ടോ ആ ബ്ലൂ ജേഴ്സിയുടെ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വയ്യാത്ത കുട്ടിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇത്രയും ആൾക്കാർക്ക് മുമ്പ് ഒരു നാണക്കെടും വിചാരിക്കാതെ തോറ്റുകൊടുക്കാൻ കാണിച്ച ആ കുട്ടിയുടെ മനസ്സാണ് ശരിക്കും ദൈവം. കണ്ടോ, തനിക്ക് ഈസി ആയിട്ട് ജയിക്കാമായിരുന്നിട്ടും തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് തോറ്റു കൊടുക്കുന്ന ആ വലിയ മനസ്സാണ് ദൈവം. ഭക്ഷണം വേണ്ട കഴിച്ചു അയ്യാണ്ടൊക്കെ കിടക്കുന്നവരുണ്ടാവും. അതിനൊക്കെ പുണ്യുണ്ടാവും. നമ്മളീ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ വേടെ കൂടെ നമ്മള് വായി നിന്നില്ല. അത് അവർക്ക് കിട്ടാൻ പോകും. ഞാൻ പൈസ തരണോ? വേണം. പൈസ എന്തായാലും മാറ്റല്ലേ? എന്തേ ചോറല്ലേ? വേറെ ധാരം ഉണ്ടെങ്കിൽ എന്റെ 40 രൂപ 50 രൂപ മതി. ഇതിപ്പോ 3 ട്രിപ്പ് അടിച്ചെന്ന് 150 തോന്നിയിട്ടേ. അതുണ്ട്, അത് മതി. ഇല്ലാത്തവരുണ്ട് പാവം, കയ്യും കാലും വൈദ്യുതി മഴയൊക്കെ. അവർക്ക് കൊടുക്കുമ്പോ ഇങ്ങനെ സിമ്പതി ഉണ്ടാവും. അതിനൊരു പുണ്യം കിട്ടും. ദൈവം എന്ന് പറഞ്ഞാൽ ജാതി, മതം, വർഗം, കുലം, ഗോത്രം, നിറം, രാജ്യഭേദമെന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർക്ക് സമാധാനവും ശാന്തിയും നൽകുന്നതായിരിക്കണം ദൈവം. പക്ഷെ നമ്മൾ ഇപ്പോഴറിയുന്ന ദൈവം എന്താ ചെയ്യുന്നത്? ജാതി, മതം, രാജ്യം എന്നിവയുടെ പേരിൽ മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിക്കുന്നു. അങ്ങനെ മതത്തിന്റെ പേരിലും മണ്ണിന്റെ പേരിലും നടക്കുന്ന യുദ്ധങ്ങളിൽ ബോംബ് വീണും വെടിപൊട്ടിയും പട്ടിണി കിടന്നും പീഡിപ്പിക്കപ്പെട്ടും മരിച്ചു വീണത് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇത്രയും ക്രൂരത കാണിച്ചിട്ട് ഈ ക്രൂരതയൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് പറയുന്ന ആ ദൈവത്തിനെ ദൈവം എന്നല്ല വിളിക്കേണ്ടത്. പച്ചത്തെറിയാണ് എന്റെ വായിൽ വരുന്നത്. പക്ഷെ എന്റെ മാന്യത കൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് മനുഷ്യന്മാരെ മതത്തിന്റെ പേരിലും മണ്ണിന്റെ പേരിലും നിറത്തിന്റെ പേരിലും വിഭാഗീയതയും വർഗീയതയും പരത്തി തമ്മിത്തളിക്കുന്ന അറിയാത്ത ദൈവങ്ങൾക്ക് പുറകിൽ പോകാതെ ജാതി, മത, നിറ, ഭേദമന്യേ മനുഷ്യന്മാരെ പരസ്പരം സഹായിച്ചും സഹജീവികളോട് കരുണ കാണിച്ചും ഇതുപോലെ എല്ലാവരും സ്വയം ദൈവമായുള്ള സന്തോഷവും സമാധാനമുള്ള ഒരു ലോകം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.